നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്തുണ്ടായ കൊടുംക്രൂര കൊലപാതകം, സുമൻ എന്ന യുവാവ് അതിക്രൂരമായി കൊലപ്പെട്ട സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞതാണ്. സുമന് കുടുംബമുണ്ട്, മകളുണ്ട്. മകളെ കാണാൻ ഇനി സുമൻ എത്തില്ല. ഏക മകൾ അനാർക്കലി എന്ന ഷിൻഡോയെ കാണാൻ സുമൻ ചൊവ്വരയിലേക്ക് വീട്ടിലേക്ക് ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നതെന്ന് ഭാര്യ രമ്യയുടെ വെളിപ്പെടുത്തൽ. മകൾ അച്ഛനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വളരെ വേദനാജനകമായ അല്ലെങ്കിൽ താങ്ങാനാകാത്ത രീതിയിലുള്ള വാർത്ത അവരെ തേടിയെത്തുന്നത്. വീടിൻ്റെ കാവലായിരുന്ന മകനെ എന്തിനാണ് കൊന്നതെന്ന സുമന്റെ കുഞ്ഞമ്മ ശശികലയുടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടുള്ള ചോദ്യം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഉത്തരമില്ല. എല്ലാവരും എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ കുഴഞ്ഞിരിക്കുകയാണ്. പ്രസവിച്ച് 2-ാം മാസം അമ്മ മരിച്ചതിനെ തുടർന്ന് കുഞ്ഞമ്മയായ ശശികലയും അമ്മുമ്മ കൗസല്യയുമാണ് സുമനെ വളർത്തിയത്. സ്വന്തം വീടില്ലാത്തതിനാൽ കുഞ്ഞമ്മയ്ക്കൊപ്പമാണ് വെള്ളായണി പാലപ്പൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. പാചക വിദഗ്ധനായിരുന്നു സുമൻ. കോവളത്തെ ഹോട്ടലിലായിരുന്നു സുമൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൈക്ക് പൊള്ളലേറ്റിരുന്നു. ഇതേ തുടർന്ന് കുറച്ചു നാളായി ജോലിക്ക് പോയിരുന്നില്ല. സുഹൃത്ത് വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണെന്നാണ് കുഞ്ഞമ്മ പറഞ്ഞത്. അതായത് സുഹൃത്ത് വന്ന് വിളിച്ചിറക്കി സുമനെ കൊണ്ടുപോയത് മരണത്തിലേക്കാണ് എന്ന് സുഹൃത്ത് അറിഞ്ഞിരുന്നില്ല. എന്തായാലും വളരെ അസ്വാഭാവിക, ഒരു പങ്കുമില്ലാത്ത 2 പേര് തമ്മിൽ വഴക്ക് കൂടുന്നു. അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത സുമൻ അതിൽ ഇടപെടുന്നു. അതിന് പിന്നാലെ സുമന്റെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നു. വളരെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ജീവൻ പോയിട്ടും മൃതപ്രായനായതിനു ശേഷവും പ്രതികൾ സുമനെ വീണ്ടും ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. കണ്ടുനിന്നവർ വിലക്കുന്നുണ്ട്, അവർക്ക് നേരെ ആക്രോശിക്കുന്നുണ്ട്, അവനെ കൊല്ലടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ ഭയാനകമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാണ്. ആരും പിടിച്ചു മാറ്റാൻ പോകുന്നില്ല. ആരും വാക്കുകൊണ്ട് അവർ അരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇടപെടൽ, ഒരു പ്രവൃത്തിപരമായിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും കുറച്ചുകൂടി നേരത്തെ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സുമന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് കരുതുന്ന തരത്തിൽ തന്നെയാണ് സാഹചര്യങ്ങളായിരിക്കുന്നത്. എന്തായാലും പ്രതികളെ പോലീസ് പിടികൂടിയത് അതിസാഹസികമായിട്ടാണ്. സംഭവം നടന്ന് 1 മണിക്കൂറിനകം തന്നെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതികളെ പോലീസ് പിടികൂടി. പ്രതികൾ രക്ഷപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ നമ്പർ അടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. സ്കൂട്ടറിന്റെ നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ സ്വകാര്യ സ്ഥാപന ഉടമയുടെ സ്കൂട്ടർ അവിടുത്തെ ഡ്രൈവറിന് താൽക്കാലിക ആവശ്യത്തിന് നൽകിയതാണെന്നും ഡ്രൈവറുമായി സൗഹൃദമുള്ളതിനാലാണ് അച്ചുവും അനന്തു ഈ സ്കൂട്ടർ ഉപയോഗിച്ചതെന്നും മനസ്സിലായി. പ്രതികളെ തേടി പോലീസ് സംഘം ജീപ്പിൽ പോകുമ്പോഴാണ് സ്കൂട്ടറിൽ വരികയായിരുന്ന പ്രതി അനന്തുവിനെ കണ്ടത്. മറ്റൊരു യുവാവ് സ്കൂട്ടറിന് പിന്നിലുണ്ടായിരുന്നു. ജീപ്പ് കണ്ടപ്പോൾ അനന്തു സ്കൂട്ടർ തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്തുടർന്ന പോലീസ് റോഡരികിലെ മതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ച് സ്കൂട്ടറിനെ ജീപ്പ് ഉപയോഗിച്ച് തട്ടിയിട്ടു. സ്കൂട്ടറുമായി ഇടതുവശത്തേക്ക് മറിഞ്ഞതോടെ പോലീസുകാർ പെട്ടെന്ന് തന്നെ അനന്തുവിനെ പിടികൂടി. സ്കൂട്ടറിലുണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. അനന്തുവുമായി പൈറ്റുവിളയിലെ വീട്ടിലെത്തിയ കേസിലെ 1-ാം പ്രതിയും അനന്തുവിന്റെ ജ്യേഷ്ഠനുമായ അച്ചുവിനെ പിടിക്കാൻ ശ്രമിച്ചു. പോലീസ് എത്തിയതോടെ അച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി. അതേസമയം സുമന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയെല്ല് ഒടിഞ്ഞ് ഉള്ളിലേക്ക് തറച്ചു കയറി. കൊല്ലപ്പെട്ട വിഴിഞ്ഞ സ്വദേശി സുമന് ആന്തരികമായി നിരവധി പരിക്കുകളുണ്ട്. നെഞ്ചിൽ രക്തസ്രാവമുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നെഞ്ചിനേറ്റ മർദ്ദനവും രക്തസ്രാവവുമാണ് മരണകാരണം. വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. വിഴിഞ്ഞം സ്വദേശി സുമന്റെ കൊലപാതകത്തിൽ അച്ചു, അനന്തു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലൊരു ഭയമുണ്ടാകുന്ന തരത്തിൽ അത്രയും കൊടും ക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് കണ്ടു നിന്നു ചിലർ എന്നതും അതിനേക്കാളേറെ ഭയാനകം. ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അരുതെന്ന് പറയാനോ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ ശ്രമിക്കാതെ അത്രയും ക്രൂര ഉപദ്രവം അവിടെ നടക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് ഒന്ന് പിടിച്ചു മാറ്റാനോ മറ്റെന്തെങ്കിലും മാർഗം, അതായത് കൺമുന്നിൽ ഒരു യുവാവ് ഇത്രയും അധികം അടികൊള്ളുമ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ചുറ്റും നിന്നു കുറച്ച് പേർ എന്നതും അതിനേക്കാളേറെ ഭയാനകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇത് ആരും കാണാതെ ചെയ്ത കൊലപാതകമല്ല. ചുറ്റും കുറേ പേരുണ്ടായിരുന്നു, വീഡിയോ എടുത്ത് കുറേ പേരുണ്ടായിരുന്നു, ബാറിലെ ജീവനക്കാരുണ്ടായിരുന്നു, ബാറിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒന്നൊരു കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു എങ്കിൽ എന്ന് ആരും ആഗ്രഹിച്ചു പോകുന്നു. എന്തായാലും അത്തരത്തിൽ ഇടപെടലൊന്നും ഉണ്ടായില്ല. ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. എന്തായാലും പിടിയിലായ 2 പ്രതികളും സഹോദരങ്ങളാണ്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകം നടത്തിയ സഹോദരങ്ങൾ. 10-ലധികം ആളുകളാണ് അവിടെ കൂടി നിന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നത്, വീഡിയോ എടുത്തുകൊണ്ട് നിന്നത്.
യുവാനെ ക്രൂരമായി മർദ്ദിക്കുന്നത് ആരും തടയാൻ ശ്രമിച്ചില്ല, പിടിച്ചു മാറ്റിയില്ല. പകരം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ എടുക്കാനുള്ള ആ ഒരു വെമ്പൽ അത് പ്രകടമാണ് ആ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിഴിഞ്ഞ മുക്കോലയിലെ ബാർ ഹോട്ടലിൽ മദ്യപിക്കവെയാണ് പ്രതി അച്ചുവും സമീപത്തിരുന്ന് മദ്യപിക്കുന്ന ഷാനും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പിന്നാലെ ഇവരിൽ രണ്ടുപേരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഇവരുമായി ഒരു ബന്ധവുമില്ലാത്ത സുമൻ തർക്കത്തിൽ ഇടപെടുകയായിരുന്നു. ഇതോടെ അച്ചുവും സുമനും തമ്മിലായി അടിപിടി. രാത്രി 12 മണിയോടെ ഇരുവരും പുറത്തേക്ക് വന്നു. ഹോട്ടലിന് മുന്നിൽ വെച്ച് സുമൻ അച്ചുവിനെ തല്ലി. അച്ചു വീട്ടിലായിരുന്ന സഹോദരൻ അനന്തുവിനെ വിളിച്ചു വരുത്തി. തുടർന്ന് ഇരുവരും ചേർന്ന് സുമനെ തല്ലി ചതയ്ക്കുകയായിരുന്നു. സുമൻ നേരിട്ട ക്രൂരമർദ്ദനം വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം നടക്കുമ്പോൾ 2 ബാർ ജീവനക്കാർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി. ഇത് ചോദ്യം ചെയ്ത് പ്രതികൾ ജീവനക്കാർക്ക് നേരെ വന്നതോടെ ബാറിലെ ബൗൺസർ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു. ഇതോടെ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കുരുമുളക് സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നേരത്തെ ആയിക്കൂടെ എന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. അത്രയും നേരം ആ വ്യക്തി അവിടെയിട്ട് ചവിട്ടുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പ്രതിരോധമൊക്കെ കുറച്ചുകൂടി നേരത്തെ ആയിക്കൂടാ? സാഹചര്യം, സന്ദർഭം, സമയോചിതമായ ഇടപെടൽ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും 4 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമേറ്റ അബോധാവസ്ഥയിൽ കിടന്ന സുമനെ വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചതും പോലീസിനെ വിവരം അറിയിച്ചതും ചൊവ്വര സ്വദേശിയായ അഭിലാഷാണ്. വിവരം അറിയിക്കാൻ വൈകിയിരുന്നുവെങ്കിൽ റോഡിൽ കിടന്ന സുമന്റെ ശരീരത്തിലൂടെ മറ്റു വാഹനങ്ങൾ അറിയാതെ കയറിപ്പോകുമായിരുന്നു. ചാക്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അച്ഛൻ ശ്രീകുമാറിന് കൂട്ടിരിക്കാൻ ചൊവ്വരയിലെ വീട്ടിൽ നിന്ന് പോവുകയായിരുന്ന അഭിലാഷാണ് ഈ സുമനെ ആശുപത്രിയിൽ എത്തിച്ചത്. കാറിൽ വരുമ്പോഴായിരുന്നു ബാറിന് മുന്നിലെ സർവീസ് റോഡിൽ ഒരാൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. ആളിന്റെ ശരീരത്തിൽ തന്റെ കാർ തട്ടിയോ എന്ന സംശയത്തെ തുടർന്ന് പിന്നോട്ടെടുത്തു വന്നു. നാട്ടുകാരും ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെട്ടവരോട് ആളെ റോഡിൽ നിന്ന് മാറ്റി കാറിലേക്ക് കയറ്റാൻ അഭിലാഷ് സഹായം ചോദിച്ചു. എന്നാൽ ഒരാളും പ്രതികരിച്ചില്ല എന്നാണ് അഭിലാഷിന്റെ വെളിപ്പെടുത്തൽ. തുടർന്ന് കിടാരക്കുഴിയിലുള്ള സുഹൃത്ത് അരുണിനെ വിളിച്ചു വരുത്തി. ഇതിനിടയിൽ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിഞ്ഞു. ഇതേ തുടർന്ന് വിഴിഞ്ഞം പോലീസ് എത്തി. അഭിലാഷിന്റെ കാറിൽ സുമനെ കയറ്റി. വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നടത്തിയ പരിശോധനയിൽ സുമൻ മരിച്ചുപോയെന്ന് ഡോക്ടർ പറഞ്ഞു. തന്റെ കാർ തട്ടിയിട്ടുണ്ടോ എന്ന് അഭിലാഷ് പോലീസിനോട് സംശയം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് പോസ്റ്റ്മോർട്ടം കഴിയുന്നതുവരെ സ്റ്റേഷനിൽ തുടരണമെന്ന് അഭിലാഷിനോട് പോലീസ് അറിയിച്ചു. ശക്തമായ ചവിട്ടേറ്റ് സുമന്റെ തലയിലെ രക്തക്കുഴലുകൾ, കഴുത്തിലെ എല്ലുകൾ എന്നിവ പൊട്ടിയിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ്. 2 വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ മുറിവുണ്ടായിരുന്നു. ഹൃദയത്തിനും പരിക്കേറ്റിരുന്നു. ഇതെല്ലാം മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്.
Ya